ബി.ജെ.പി. ബന്ധത്തിൽ കോൺഗ്രസിനെ ഉപദേശിച്ച് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. ബി.ജെ.പിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോന്നി എം.എൽ.എയും സി.പി.എം. നേതാവുമായ കെ.യു. ജനീഷ് കുമാർ രംഗത്തെത്തി. ബി.ജെ.പിക്കെതിരായ നിലപാടിൽ വ്യക്തത പുലർത്തേണ്ടത് കോൺഗ്രസ് ആണെന്നും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ബി.ജെ.പിയുമായുള്ള രാഷ്ട്രീയ അടുപ്പങ്ങളെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജനീഷ് കുമാറിന്റെ പ്രതികരണം. ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്ന പാർട്ടികൾ ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജനീഷ് കുമാറിന്റെ പരാമർശങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിഷയത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കിടയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. രത്തൻ കേൽക്കർ ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പിൽ ബി.ജെ.പി. സീലടിച്ചു കൊടുത്ത അതിനെ ന്യായീകരിച്ച SIR ഭാഗമായി നിരവധി ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന അവസരം നിഷേധിച്ച അദ്ദേഹത്തെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുമ്പോ ബംഗാളിലെ ഒരു നയം, ഇവിടെ വേറൊരു നയം, ലവ് ജിഹാദ് കേരളത്തിലും നടപ്പിലാക്കണം എന്ന് അഭിപ്രായം എഴുതിയ ആളെ നിങ്ങൾ എന്തു ചെയ്തു? മാധ്യമ ഉപദേഷ്ടാവാക്കി. മോദിയെ അമിത്ഷായെയൊക്കെ പോയി കണ്ടു. അതിനുശേഷമാണ് പാണക്കാട്ട് തറവാട്ടിൽ പോയി തങ്ങളെ പോലും കാണുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞാൻ ചോദിച്ചോട്ടെ, ആ മോദിയെയും അമിത്ഷായെയും കണ്ടതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾ പോകുമ്പോ അത് തെറ്റ്, ഞങ്ങൾ ഇടുമ്പോ വള്ളി നിക്കറും, നിങ്ങൾ ഇടുമ്പോ അത് ബർമൂഡയും, അതേ ഞങ്ങൾ വിമർശിക്കുന്നുള്ളൂ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ഞങ്ങൾക്ക് എന്താ അതിർതർക്കം വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അതിർതർക്കമില്ല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ നല്ലൊരു സംഖ്യയില്ലാത്തതിന്റെ ഭാഗമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് സംഘ് രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ആളിനെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്.